ഹലോ ഗൈസ്, ഞാനേ ചത്താപ്പച്ച പോയി കണ്ടതിൻ്റെ റിവ്യൂ വരാമെന്ന് അറിഞ്ഞായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? എന്നാൽ അത് പറയാൻ വന്നതാ. വലിയ സംഭവമായിട്ടൊന്നും കൂട്ടണ്ട. എൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതായിരിക്കും പറയാൻ പോകുന്നത്. ചത്താപ്പച്ച ഒരു അടിപൊളി മൂവിയാണ്. അത് പറയുന്നതിന് മുന്നേ നോക്കിയിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും. ഒരു സബ്സ്ക്രൈബ് അല്ലേ ഉള്ളൂ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനകത്ത് മറ്റേ സബ്സ്ക്രൈബ് ലിസ്റ്റിൽ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പോലും കാണിക്കത്തില്ല. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു സബ്സ്ക്രൈബ് അല്ലേ ചോദിക്കുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തേക്കണം. ഞാൻ വളർന്നു വരട്ടെ. ഏത് കഴിവുള്ളവരെ വളർത്തിയെടുക്കണം. അതാണ് സമൂഹം ചെയ്യേണ്ടത്. അറിയാമോ? അറിയത്തില്ലേ? അറിയാലോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു. അപ്പോൾ ചത്താപ്പച്ച ഒരു അദ്വൈത് നായർ ഫിലിം. അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ വിശാഖ് നായർ, റോഷൻ മാത്യു, അർജുൻ അശോകൻ, മമ്മൂക്ക, ഇഷാൻ ഷൗക്കത്ത്, വേദ, സിദ്ദീഖ്, കാർമൻ, അങ്ങനെ കുറേ പേരുടെ അഴിഞ്ഞാട്ടം. അത് കൊള്ളാം അല്ലേ? അത് കൊള്ളാം, അത് നൈസാണ്. അപ്പോൾ അതാണ് ചത്താപ്പച്ച. ഡുവോഡായി എന്ന് അവർ ഇൻ്റർവ്യൂസിൽ പറയുന്നത്. ഡുവോഡായി ചത്താപ്പച്ച. ഞാനുണ്ടല്ലോ തിയേറ്ററിൽ കയറിയിട്ട് ഇങ്ങനെ ചത്താപ്പച്ചയുടെ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ ചത്താപ്പച്ച എന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സിനിമ തുടങ്ങിയോടെ തൊട്ട് വീഡിയോ ഓണാക്കിക്കൊണ്ടിരിക്കുക, സൂമിൻ ചെയ്തിട്ട്. എപ്പോഴും ആണ് വന്നത്. അത്രയും നേരം ഞാൻ വീഡിയോ ഓണാക്കിയിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ മറ്റേ ഷൂട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ, കൈ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അല്ലാതെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചത്താപ്പച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഫുൾ അഴിഞ്ഞാട്ടമാണ് ഈ പടം. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് കൈയടിച്ച് ആവേശം കൊണ്ട് കൂകി വിളിച്ച് അങ്ങനൊരു പടം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് മൂവി ആയിരിക്കും, ഇങ്ങനൊരു മൂവി. അപ്പോൾ ഇതെൻ്റെ ഉള്ളിലെന്നും കാണും. അങ്ങനെ എനിക്കിങ്ങനെ കാണാൻ പറ്റിയൊരു പടമാണല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്രയും ആവേശമുള്ളൊരു പടമായിരുന്നു എന്നാണ്. നല്ലൊരു ഇടിപ്പടം മാത്രമല്ല, നോട്ട് ഓൺലി ദ ഇമോഷൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്, അങ്ങനെ എല്ലാ തരം കാര്യങ്ങളും ഉണ്ട്. കോമഡി ഉണ്ട്. മെയിൻ സാധനം വിട്ടുപോയി, കോമഡി ഉണ്ട്. കോമഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിരിക്കും. അല്ലാതെ വെറുതെ ഈ കോമഡിക്ക് വേണ്ടി കോമഡി പറഞ്ഞ് അങ്ങനൊന്നും അല്ല. ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ്, എനിക്ക് പേരറിയാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരോരോരുത്തരും അവരുടെ പാട്ട് നല്ല ഗംഭീരമായിട്ട് ചെയ്തു, നല്ല കളറായിട്ട് ചെയ്തു. എനിക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ആരൊക്കെയാണെന്നറിയാമോ? വിശാഖ് നായർ ഫസ്റ്റ് വൺ. പുള്ളിയുടെ ഒരു ലെവലുണ്ട്. ഞാൻ ആനന്ദം തൊട്ട് വിശാഖ് നായരെ ഫോളോ ചെയ്യുന്ന മീൻസ് എനിക്കിഷ്ടമുള്ളൊരു നടനാണ്. ഞാൻ ആനന്ദം എൻ്റെ ഒരു നോസ്റ്റു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശാഖ് നായർ ഇങ്ങനെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. ഈ ആനന്ദം തൊട്ട് ഇപ്പോൾ വരെ ഉള്ളത് ഈ വിശാഖ് വന്ന് നിൽക്കുന്ന ഒരു ലെവലുണ്ട്. അതൊന്നും പറയുന്നില്ല. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് പുള്ളി സക്സസ്ഫുള്ളാണ് കേട്ടോ. അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണേലും. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഗ്രേ ഷെയ്ഡാണ് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഇത് രണ്ടും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഈ പടവും തമ്മിൽ യാതൊരു സിമിലാരിറ്റീസും ഇല്ല. ഇത് ഇത്തിരി കോമഡിയൊക്കെയുള്ള, ഇത്തിരിയെല്ലാം അത്യാവശ്യം കോമഡിയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് ചെറിയാൻ. അപ്പം അതൊരു നൈസ് ക്യാരക്ടറാണ്. അപ്പോൾ വിശാഖ് നായർ ആദ്യത്തത്. പുള്ളി കഴിവുണ്ട് കേട്ടോ. പുള്ളി കയറി വരാനൊന്നുമില്ല, പുള്ളി ഓൾറെഡി ഒരു സ്ഥാനത്തുണ്ട്. ഇപ്പോൾ പുള്ളിക്കായിട്ട് ഒരു സാധനം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശാഖ് നായർ. അത് കഴിഞ്ഞ് കൊച്ച് റോസമ്മ, വേദ, അതിനും നല്ല കഴിവുണ്ട് കേട്ടോ. അതിൻ്റെ ചില സീൻസൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോവും. ഇമോഷൻസ്, അത് നല്ല ആക്ട്രസ്സാണ്. വളർന്നു വരുന്നൊരു വലിയ കലാകാരിയാവും. പിന്നെ റോഷൻ, അർജുൻ അശോകൻ, ഇവരെല്ലാം റോഷൻ്റെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു ഇടിയുണ്ട്.
അയ്യോ തിയേറ്റർ കുലുങ്ങുമായിരുന്നു അറിയത്തില്ലേ, അത്രയും കൈയടിയും ബഹളമായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടില്ല ഐറ്റം. അതേപോലെ അർജുൻ അശോകനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉള്ളത്. അപ്പോൾ പുള്ളിയുടെ കഴിവ് ബാക്കിയുള്ള എല്ലാത്തിലും നമ്മൾ കണ്ടു കേട്ടോ. റൊമാൻസ് കണ്ടു, ഇമോഷൻസ് കണ്ടു, അപ്പോൾ എല്ലാ ഷെയ്ഡും നമ്മൾ കണ്ടു. പക്ഷെ പുള്ളിയുടെ ഒരു ഫൈറ്റിംഗ് സൈഡ് നമ്മൾ കണ്ടിട്ടില്ല. അത് ഈ സിനിമയിൽ നല്ല വ്യക്തമായിട്ട് കാണാം. കേട്ടില്ല. പിന്നെ പറയുമ്പോൾ ഇഷാൻ ഷൗക്കത്ത്, നമ്മൾ കണ്ട മാർക്കോയി കണ്ടതോ അല്ലെങ്കിൽ പടക്കളത്തിൽ കണ്ടതോ ആയിട്ടുള്ള ഇഷാൻ ഷൗക്കത്തി അല്ല, ഒരു വേറെ തന്നെ ഇഷാൻ ഷൗക്കത്താണ് കേട്ടോ. ഇഷാൻ ഷൗക്കത്ത് കൊള്ളാം, സെറ്റ് ചെറുക്കല്ല. എൻ്റെ മോനെ ഒരു ചാട്ടമൊക്കെ ഉണ്ട്, കിട്ടില്ലേ. ഇവർ പറയുന്നത് പിന്നെ ഡ്യൂപ്പ് വെച്ചിട്ടില്ല, ഈ സിനിമയ്ക്ക് ഡ്യൂപ്പ് ഇല്ലായിരുന്നു എന്ന് ഇവർ ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഓഫ്കോഴ്സ് മമ്മൂക്ക എല്ലാവരും അറിഞ്ഞു, ഇനി ആരും അറിയാനില്ല. മമ്മൂക്ക ഉണ്ട്, ക്യാമിയോ ഉണ്ട്, വോൾട്ടർ മമ്മൂക്കയാണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് പുള്ളീനെ അത്ര വീക്കായിട്ട് ഡയലോഗ്സൊക്കെ ഇത്തിരി വീക്കായിട്ടൊക്കെ, പക്ഷെ പുള്ളി വന്ന സമയം തൊട്ട് ത്രൂ ഔട്ട് തിയേറ്റർ കയ്യടിയായിരുന്നു. അല്ലാതെ ആരും അവിടെ നിന്ന് പോവാനോ അല്ലെങ്കിൽ പുള്ളീനെ ട്രോളാനോ ഒന്നും ആരും പോയില്ല. പുള്ളി വന്ന ആ ടൈം തൊട്ട് കയ്യടിയായിരുന്നു. അതെന്ന് വെച്ചാൽ പുള്ളി ആ രോഗത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് കഴിഞ്ഞ് ആദ്യം വന്ന് അഭിനയിക്കുന്ന പടം അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെതായ ക്ഷീണമുണ്ടല്ലോ. അങ്ങനെ ഉള്ളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ പുള്ളി വന്ന് ചെയ്തു, അതൊരു സ്ട്രോങ് സാധനം തന്നെയാണ്. നമുക്ക് എന്താ മമ്മൂക്ക എന്നുള്ളൊരു മനുഷ്യനെടുത്ത് പോകുന്ന ഇഷ്ടം ആ തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കയ്യടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ ഞാൻ പറയില്ലേ, ഈ പടം മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്തു. എനിക്കും പണ്ട് കുറേ ഇടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേച്ചി തമ്മിൽ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി എന്നെ കുറേ ഇടിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചു വെച്ചായിരുന്നല്ലോ അന്ന് ഇന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്കും കുറേ കണക്ട് ചെയ്യാനൊക്കെ പറ്റി. നല്ല പടം, എൻ്റെ അഭിപ്രായത്തിൽ നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. വെറുതെ ഈ ഫോണിൽ കണ്ട് OTT വരട്ടെ, ഫോണിൽ കാണാം, TV കാണാം അങ്ങനെ വിചാരിക്കുന്നത് നല്ലൊരു ക്രൗഡിൻ്റെ കൂട്ടിരുന്ന് കാണാം. എന്നാൽ ഈ പടമൊക്കെ നമുക്ക് വർക്കാവുള്ളൂ. അല്ലാതെ ഈ ഫോണിൽ കണ്ടിട്ട് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയാമല്ലോ, എനിക്കിഷ്ടമല്ല ഫോണിൽ കാണുന്നത്. എനിക്കിഷ്ടമല്ല. ഞാൻ ഏത് പടം ഇറങ്ങിയാലും ഈ കോഡ് പറയുമ്പോൾ നമുക്ക് പോയി കാണാം അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം പടങ്ങൾ ഏതായാലും. അതിനി ചെറിയ പടം വന്നാലും വലിയ പടം വന്നാലും ഇടിപ്പടം വന്നാലും ഏത് പടമാണെങ്കിലും അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൽ മ്യൂസിക് സ്കോറ് മജീദ്. അപ്പോൾ ഒന്നും പറയാനില്ല, സെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ എന്താ, എല്ലാവരും പോയി കാണത്തില്ലേ? എല്ലാവരും പോയി കാണണം കേട്ടോ. ഞാൻ പറയില്ലേ, നല്ല പടമാണ്, എല്ലാം ഉണ്ട്. ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ എല്ലാ തരം സംഭവങ്ങളുള്ളൊരു പടം. എന്തിനാ വെറുതെ മിസ് ചെയ്യണേ? പോയി കാണ്, വെറുതെ ഇരിക്കാതെ പോയി കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, പടത്തെ പറ്റി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പടം ഞാൻ പറയാം, സൂപ്പർ പടമാണ്, അടിപൊളി പടം, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത പടമാണ്. അതിനകത്ത് ഒരു ലേഡി റെസ്ലറുണ്ട്, കാർമൻ. പുള്ളിക്കാരത്തി ബാക്കിയുള്ള എല്ലാ റെസ്ലേഴ്സും കേട്ടോ എൻ്റെ പൊന്നെ എല്ലാവരും അടിപൊളിയാണ്. ഞാനത് പറയാൻ വിട്ടുപോയി, എല്ലാവരും അടിപൊളിയാണ്. അതിനകത്തുള്ള എല്ലാവരും, ഒരാളെ പോലും എനിക്ക് നെഗറ്റീവ് പറയാനില്ല, എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി കാണാം. അത്രേ ഉള്ളൂ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? എല്ലാവരും കണ്ടവരെല്ലാം ചെയ്തല്ലോ അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ. ബൈ സീ യു. സബ്സ്ക്രൈബ് ചെയ്തു.